മാളയുടെ പാട്ടുകാർ ഒരുക്കുന്ന ഈശ്വൽ സൺഡേ കടവോത്സവം 2024 രണ്ടാം ദിനമായ ഇന്ന് കാര്യപരിപാടികൾ ആരംഭിക്കുന്നു. വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് ഈശ്വൽ സൺഡേയുടെ ശ്രീ ഷിജു അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാളയുടെ പാട്ടുകാരൻ ഷിജു ഈശ്വൽ സൺഡേയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ ചെയർമാൻ MP മുഹമ്മദ് റാഫി, അധ്യക്ഷൻ വൈസ് ചെയർമാൻ ശ്രീ സാജു വടമയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഉള്ള ആളുകൾ ഒന്ന് കൈയടിച്ച് നമുക്ക് ഒരു പ്രോഗ്രാം കൊഴുപ്പിക്കാം. ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TP രവീന്ദ്രൻ അവർ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനുള്ള ശ്രീമതി പ്രീജ സലീം അവർ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജിജു മാടപ്പള്ളി അവർ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ബാബു CL അതുപോലെ നമ്മുടെ മാളയുടെ നിറസാന്നിധ്യം സോയ് കോലഞ്ചേരി അവർ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് നന്ദി അർപ്പിക്കുന്നതിനുള്ള പ്രമുഖ ബ്ലോഗർ ലിയാഖത്ത് അലി അവരെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു സമ്മേളനത്തിന് ശേഷം ഗിന്നസ് സുധീറിന്റെ പ്രോഗ്രാമിന് മുൻപ് നമ്മുടെ സംജാദ് അതുപോലെ സഹീർ CK അവരുടെ ഗാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈശ്വൽ സൺഡേയുടെ കലാകാരന്മാരാണ്. മാളയുടെ പാട്ടുകാർ ഒരുക്കുന്ന ഈശ്വൽ സൺഡേ കടവോത്സവം 2024 രണ്ടാം ദിനമായ ഇന്നത്തെ പ്രൗഢഗംഭീരമായ ഈ ഒരു പ്രോഗ്രാമിന്റെ മുന്നോടിയുള്ള സാംസ്കാരിക പ്രോഗ്രാം ആരംഭിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിനും അതുപോലെ മൻമോഹൻ സിംഗ് അവർക്കും അതുപോലെ നമ്മുടെ MT സാറിനും വേണ്ടിയുള്ള ഒരു ആദര സൂചകമായി നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ആരംഭിക്കാം. ഇന്നത്തെ സ്വാഗത പ്രസംഗികനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഷിജു ഈശ്വൽ സൺഡേ സ്വാഗതം പ്രസംഗത്തിനായി അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കാം.
ഈ ഈശ്വൽ സൺഡേയുടെ ഇന്നത്തെ ദിവസത്തെ കാര്യപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സാജു വടമ, വൈസ് ചെയർമാൻ, ഉദ്ഘാടകൻ TP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് മാള ഗ്രാമപഞ്ചായത്ത്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി PJ സലീം, അതുപോലെ തന്നെ മെമ്പർ മാള ഗ്രാമപഞ്ചായത്ത് ശ്രീ ജിജു മാടപ്പള്ളി, മാള ഗ്രാമപഞ്ചായത്ത് ശ്രീ ബാബു CL, മെമ്പർ മാള ഗ്രാമപഞ്ചായത്ത് ശ്രീ കോയി കോലഞ്ചേരി, പ്രസിഡന്റ് മാള മണ്ഡലം INC, അതുപോലെ തന്നെ നന്ദി അർപ്പിക്കുന്ന ലിയാഖത്ത് അലി, പ്രമുഖ ബ്ലോഗർ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ നാട്ടുകാരെ, സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പായി 2 വാക്ക് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ഈശ്വൽ സന്ധ്യയുടെ ഭാഗമായിട്ട് ഞാനിവിടെ കടന്നു വന്നിട്ട് കുറച്ച് നാളുകളെ, അതുപോലെ ഈ 2 ആഴ്ചകൾ അത്രയും ആയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ വേളയിൽ ഈ ഈശ്വൽ സൺഡേ ഇത്രയും വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും ഈ നാട്ടുകാരെ എല്ലാവരെയും കൂട്ടി ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എനിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടായത്, നമ്മൾ ഇവിടെ ഞായറാഴ്ച ദിവസം 3 മണി മുതൽ 9 മണി വരെയാണ് ഈശ്വൽ സന്ധ്യയുടെ ഗാനങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പോസിറ്റീവ് എനർജി ആയത്, ഒന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള എല്ലാ ടെൻഷനുകളും അതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ പരിപാടിയിലൂടെ, ഈശ്വൽ സൺഡേ എന്ന പരിപാടിയിലൂടെ എല്ലാവർക്കും മാറ്റിക്കളഞ്ഞുകൊണ്ട് ഈ ഈശ്വൽ സൺഡേയുടെ ഭാഗമായി തീരുവാനും നമുക്ക് സാധിച്ചു. അതിന് വളരെയധികം ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ പരിപാടിയിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ സാജു വടമയെ, വൈസ് ചെയർമാൻ സാജു വടമയെ ഈ യോഗത്തിലേക്ക് ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ TP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് മാള ഗ്രാമപഞ്ചായത്ത്, അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി PJ സലീം, അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജിജു മാടപ്പള്ളി, മെമ്പർ മാള ഗ്രാമപഞ്ചായത്ത്, അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാബു CL, അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സോയം കോലഞ്ചേരി, പ്രസിഡന്റ് മാള മണ്ഡലം INC, അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നന്ദി അർപ്പിക്കുന്ന ലിയാഖത്ത് അലി, പ്രമുഖ ബ്ലോഗർ, അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും, ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരെയും എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിജു. ഈശ്വൽ സൺഡേ, നമ്മുടെ ഈശ്വൽ സൺഡേ കടവോത്സവം 2024 വൈസ് ചെയർമാൻ ശ്രീ സാജു വടമയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TP രവീന്ദ്രൻ, മാള ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ
സോയി കോലഞ്ചേരി, സ്വാഗതം ആശംസിച്ച ഷിജു, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ജിജു ആൻഡ് ശ്രീജ സലീം, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വാണിജ്യപരമായും സാംസ്കാരികപരമായും ഒരുപാട് ചരിത്രങ്ങൾ ഈ കടവിന് നമ്മളോട് പറയാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ മാളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ മാളക്കടവ്. ഒരുപാട് തലമുറകളുടെ പാദസ്പർശമേറ്റിട്ടുള്ള മണൽത്തരികളാണ് ഈ മാളക്കടവിൽ ചുറ്റുപാടുമുള്ളത്. നമുക്കറിയാം, ഒരുപാട് സാംസ്കാരിക പരിപാടികൾ ഈ മാളക്കടവിൽ നടന്നിട്ടുണ്ട്. നമ്മളൊന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഓരോ വർഷങ്ങളിലും നടത്തി വരാറുള്ള സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ ഈ മാളക്കടവിലായിരുന്നു നടന്നിട്ടുള്ളത്. അന്നൊക്കെ വളരെയധികം ഉത്സാഹത്തോടുകൂടി നാമൊക്കെ അതിൽ പങ്കെടുക്കുകയും അതുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഈ കടവ് വളരെ നിർജീവമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളായി ഒന്നും പറയാനില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരുപക്ഷെ താല്പര്യക്കുറവോ സഹകരണക്കുറവോ മറ്റോ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, മാളയിലെ 2-3 ചെറുപ്പക്കാർ, ഫൈസൽ എടത്താത്ര, അഷ്റഫ്, അച്ചു, അങ്ങനെ 2-3 ചെറുപ്പക്കാരുടെ തലയിൽ ഒരു ചെറിയ ആശയം ഉദിച്ചു. നമ്മുടെ ഈ മാളയിൽ ഒട്ടനവധി പാട്ടുപാടാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള കുറേ കലാകാരന്മാരുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു വേദിയോ ഒരു അവസരമോ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വിഭിന്നമായിട്ട് മാളയിലെ ഒരു കൊച്ചുമുറിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു 3 മണി മുതൽ വൈകുന്നേരം ഒരു 8 മണി വരെ ആർക്കും ഒന്ന് പാടാം. പ്രത്യേകിച്ച് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഒരു വ്യത്യാസവും അതിനകത്തില്ല. കഴിവുള്ളവരാണെങ്കിൽ, പാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുന്നോട്ട് വരിക, പാടുക എന്നുള്ള ഒരൊറ്റ ആശയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ ഒരു പരിപാടി വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത്തരത്തിലൊരു വലിയ പരിപാടിയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആദ്യം ഇതിനെ ഉദ്ദേശിച്ചിരുന്നത് ഈ വരുന്ന ഡിസംബർ 31 ഒരു ന്യൂ ഇയർ പ്രോഗ്രാമായി അവിടെ പാടാൻ വരുന്ന നമ്മുടെ ഗായകരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടി, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നത്. കാരണം നമ്മുടെ അടുത്ത് സമയമില്ല, സാമ്പത്തികമില്ല, വേണ്ട മാൻ പവറുമില്ല. എന്നിട്ടും നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ മുഹമ്മദ് റാഫി MP അദ്ദേഹത്തിൻ്റെ വളരെയധികം നിർബന്ധമായ ഒരു തീരുമാനമായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു ചെറിയ പരിപാടിയിൽ ഒതുക്കിയാൽ പോരാ, ഇതൊരു വലിയ പരിപാടിയായി മാറ്റണം. അപ്പം നമുക്കൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു, ഈ പരിപാടി എത്രത്തോളം വിജയിക്കും, ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിയുമോ എന്നൊക്കെ വലിയ വലിയ ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകളെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്നലെ നമ്മൾ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ പതാക ഉയർത്തൽ നടത്തുകയും പ്രൗഢഗംഭീരമായ ഒരു വലിയ സദസ്സിനു മുന്നിൽ കലാപരിപാടികളും ഇതുപോലെയുള്ള ചെറിയ സാംസ്കാരിക സമ്മേളനവും ഒക്കെ നടത്തി വളരെയധികം ജനങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം ഏറ്റെടുത്തു. ഇനി വേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിനേക്കാൾ ഉപരിയായി അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണം. കാരണം പൊതുവെ ഒരു വർത്തമാനമുണ്ട്, മാളയിലൊന്നുമില്ല എന്നുള്ള പൊതുവെ ഉള്ള ഒരു വർത്തമാനം മൊത്തത്തിൽ എല്ലായിടത്തും പരന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാള. ഒരുപാട് മഹാന്മാർ, കെ കരുണാകരൻ, മാള രവീന്ദ്രൻ, അങ്ങനെ പല ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും പലരുടെ പേരും. എങ്കിലും അവരുടെയൊക്കെ നാമധേയത്തിൽ
ഇന്ത്യയിൽ വരെ ഒരുപാട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മാള. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലം തുടങ്ങിയിട്ട് എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യം, മാളയിലൊന്നുമില്ല, നമുക്കത് മാറ്റിമറിക്കണം. ഈ ഈശൽ സന്ധ്യ കൂട്ടായ്മ നിങ്ങളുടെ കൂടി കൂട്ടായ്മയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഇതിൽ പ്രത്യേകിച്ച് മെമ്പർഷിപ്പിന് വേണ്ടി ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഏത് ജാതിയിൽപ്പെട്ടയാളായാലും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടയാളായാലും, ഏത് ഇസത്തിൽപ്പെട്ടയാളായാലും ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായി നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ടി പി രവീന്ദ്രൻ സാറിനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സാജു വടമ. അടുത്ത് നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈശൽ സൺഡേ കടവോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി രവീന്ദ്രൻ അവർ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ മാളയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും ഒട്ടേറെ അഭിമാനകരമായിട്ടുള്ള ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈശൽ സൺഡേയുടെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ രണ്ടാമത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സാജു വടമ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും മാളയിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ്, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ റോയ് കോലഞ്ചേരി, വേദിയിലുള്ള നമുക്കെല്ലാം തന്നെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഷിജു, നന്ദി കൂടെ അവതരിപ്പിക്കുന്ന പ്രിയ ലിയാഖത്ത് അലി, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ പരിപാടി അത് വളരെ ഭംഗിയായി വിജയിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാളയിലെ കലാസ്നേഹികളെ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കുചേരുന്നത്. ഇന്നലെയും ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഞാനിവിടെ എത്തിയിരുന്നു. ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കേണ്ട ഒരു കാര്യത്തിൽ മാള ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ മാള പഞ്ചായത്തിൽ എത്തിയിരുന്നു. അത് തന്നെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കാനുണ്ടായി. അപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ മാളയിൽ ഒന്നും ഇല്ല എന്നുള്ളതിലൊരു അഭിപ്രായക്കാരല്ല ഞങ്ങൾ. മാളയിൽ പലതും വേണം എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ നമുക്കറിയാം, മാള എന്നുള്ളത് എല്ലാത്തിനെയും സ്വീകരിച്ച നാടാണ്. വൈദേശികരെയും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തെ പലരെയും നമ്മൾ സ്നേഹിച്ച് ഈ പറയുന്ന ആതിഥേയത്വം നൽകിയവരാണ് മാളക്കാർ. മാളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അല്ലേ, മാൾട്ട എന്നുള്ള പേര് കൂടി ചരിത്രത്തിൽ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അഭയകേന്ദ്രം എന്നാണ്. അങ്ങനെ എല്ലാ നന്മകളെയും സ്വീകരിക്കുന്ന മാള അല്ലേ. നമുക്കറിയാം, 1955 ജൂതസമൂഹം ഇവിടെ വിട്ടുപോയത്. ജൂതസമൂഹം ഇവിടെ വിട്ടുപോകുമ്പോൾ ഈ മാള ടൗണിലെ ഒരുവിധം എല്ലാ കെട്ടിടങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വ്യാപാര കേന്ദ്രമായിരുന്നു. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ടായിരുന്നു. എങ്കിൽ പോലും മാളയെ സംബന്ധിച്ചോളം മാളയുടെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രം മാളയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസ്, ഓപ്പോസിറ്റുള്ള വീടുകൾ, ഈ വരുന്ന നമ്മുടെ ഇവിടുത്തെ വരുന്ന സിനഗോഗ്, അതുപോലെ സെമിട്രി എല്ലാം തന്നെ അവരുടേതായിരുന്നു. ബാക്കിയെല്ലാം തന്നെ അവർ കൈമാറി. രണ്ട് കാര്യങ്ങൾ അവർ കൈമാറിയില്ല. ഒന്ന്, മാള സിനഗോഗും അതുപോലെ സെമിട്രിയും 1955 അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ഈ AD ജോസഫിന്റെ അദ്ദേഹത്തുമായിട്ട് എഗ്രിമെന്റ് വെച്ചു അല്ലേ. എഗ്രിമെന്റ് വെച്ച് നോട്ടക്കാരാണ് മാളയിൽ. നമ്മുടേതല്ല ഇതൊന്നും. ഇത് മാള പഞ്ചായത്തിന്റെ അല്ല. മാള സെമിട്രിയും മാള നമ്മുടെ ഈ പറയുന്ന പള്ളിയും മാളയുടേതല്ല, മാള പഞ്ചായത്തിനല്ല. മാള പഞ്ചായത്തിന് നോട്ടക്കാർ മാത്രം. ഇപ്പോഴും അത് ജൂത സമൂഹത്തിന്റെ സമ്പത്തായി തന്നെ, പൈതൃക സമ്പത്തായി തന്നെ ഇവിടെ നിലനിർത്തണം. അതിനെ സംരക്ഷിക്കാനുള്ള പണികളാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് ഇതിന്റെ പാട്ട് നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ മുസ്ലിം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനം ഇവിടെ നടക്കാൻ പോകും. ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് കൂടി ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണിത്. എന്താ മുസ്ലിം പദ്ധതിയുമായിട്ട് മാളക്കടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഈ ഡിസംബർ 16 മാള ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേനയല്ല 4 പേരെ എതിർത്തിട്ടുണ്ട്.
4 പേര് എതിർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ കടവും ബന്ധപ്പെട്ട പ്രദേശങ്ങളും പണിയാൻ പാടില്ല, ഒരു വികസനവും പാടില്ല എന്നുള്ള രീതിയിലേക്കുള്ള തീരുമാനമുണ്ട്. പക്ഷേ 4-നെതിരെ 20 പേരിൽ ബാക്കിയുള്ളവരുടെ സമ്മതത്തോടുകൂടി, പൂർണ്ണ സമ്മതത്തോടുകൂടി MOU ഒപ്പിട്ടു. മാള ഗ്രാമപഞ്ചായത്ത് ഈ കടവ് പ്രദേശങ്ങളെല്ലാം തന്നെ മുസ്ലിംസ് പദ്ധതിയും മാളയുടെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അസറ്റായി ഈ പറയുന്ന പ്രദേശത്തെ ഈ കടവ് പുനരുദ്ധരിക്കാനും 2.5 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് തന്നിരിക്കുന്ന പണം പൂർണ്ണമായിട്ട് ചെലവാക്കാനും അടുത്ത പദ്ധതിയിൽ ബാക്കി വരുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ മാളയ്ക്കും അതുപോലെ തന്നെ ഈ നാടിനും സമർപ്പിക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു അസറ്റുകൾ സൃഷ്ടിക്കപ്പെടുന്ന മാളയുടെ കൂട്ടായ്മ മറ്റ് സംഘടിപ്പിക്കുന്ന ഒരു പ്രദേശമായി മാറ്റാനുള്ള പണിയാണ് അല്ലേ. അപ്പൊ അതിനും എതിർക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം തന്നെ അതിന് പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. നാടിന്റെ മുഴുവൻ പേരും ജാതിക്കും മതത്തിനും വർഗത്തിനും അല്ലെങ്കിൽ വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം. ആ ഒത്തുചേരലാണ് മാളയ്ക്ക് നാളെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്ത് മാള, ഒരു പട്ടണവൽക്കരിക്കപ്പെടുന്ന പഞ്ചായത്താണ് മാള. ഇന്ന് കേരളത്തിലെ ആ പറയുന്ന അടുത്ത കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് മാറുന്ന എല്ലാ ഗ്രാമീണ മേഖലയും ആ രീതിയിലേക്ക് പട്ടണവൽക്കരിക്കപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തായി മാള മാറി അല്ലെ. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വികസിപ്പിച്ചു. ഇപ്പൊ ഈ വരുന്ന വർഷത്തോടുകൂടി മാള ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും അതിന്റെ പൂർണ്ണമായിട്ടുള്ള സഞ്ചാര യോഗ്യമാക്കുന്ന രീതിയിലേക്കുള്ള ടാറിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനം കഴിഞ്ഞു. എല്ലാ ഗ്രാമീണ മേഖലകളിലും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാ കാലുമിലും ലൈറ്റ് വരാവുന്ന രീതിയിലേക്കുള്ള ഏത് കൊച്ചു പ്രദേശത്തും ലൈറ്റ് എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള പദ്ധതി പൂർത്തീകരിച്ചു അല്ലെ. അപ്പോൾ ആ രീതിയിലൊക്കെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി. അപ്പൊ സാജു പറഞ്ഞാൽ ഞാനൊരു വ്യത്യാസമായിട്ട് അതിന്റെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത് മാളയിൽ ഒന്നും ഇല്ല എന്നുള്ളതല്ല, മാള ഇപ്പോൾ ഒരു വ്യാപാര കേന്ദ്രമായി മാറുകയാണ് അല്ലെ. ഇപ്പോൾ വടമയിൽ ഇപ്പോൾ ഒരു പുതിയ പട്ടാളപ്പടിക്ക് ഒരു സ്ഥാപനം വന്നു, ഒരു വ്യാപാര കേന്ദ്രമാണ്. അവർ പറഞ്ഞത് എന്താ, എനിക്കൊരു ദീർഘവീക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ ആള് കൊടുങ്ങല്ലൂക്കാരനാണ്. ആള് പറഞ്ഞത് എന്താ, വികസിക്കുന്ന ഒരു മാളയാണ്, ഇവിടെയാണ് എന്റെ കച്ചവടം. എന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങളെ സേവിക്കാനും എന്റെ കച്ചവടത്തെ വിപുലപ്പെടുത്താൻ കഴിയുന്നത് എന്താ, ഈ മാള എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാള വലിയ പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാളയിലെ ഗ്രാമീണ മേഖലയെല്ലാം തന്നെ ആ രീതിയിലേക്ക് പട്ടണവൽക്കരിക്കപ്പെടുന്നതാണ്. എന്റെ കച്ചവടം ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ആ രീതിയിലേക്ക് നന്നായി പോകും എന്നുള്ള വിഷയത്തോടെയാണ് പുറമേ ഉള്ളവർ ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ മാളയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയില്ല. പക്ഷെ മാളയിൽ ഇല്ലാത്തത് നമ്മുടെ കൂട്ടായ്മ അല്ലെ. ആ കൂട്ടായ്മ നമ്മുടെ ഇപ്പൊ മുസ്ലിം പദ്ധതി ഭാഗമായിട്ട് വരുമ്പോൾ ഈ ഗ്രൗണ്ട് എല്ലാം തന്നെ പൊതു ഒരു സ്റ്റേഡിയമായിട്ട് മാറാൻ പോവാ. ഇവിടെ ഇതിന്റെ ഓപ്പൺ സ്റ്റേഡിയവും അതിന്റെ ഭാഗമായിട്ട് കമനീയമായിട്ടുള്ള ഒരു പൂന്തോട്ടം പോലെ ഈ ഗ്രൗണ്ട്, ഈ നമ്മളിരിക്കുന്ന ഗ്രൗണ്ട് മാറും. അതോടൊപ്പം തന്നെ കടവിന്റെ എല്ലാ കാര്യങ്ങളും കഴിയും. അതിന് കൂടുതലായിട്ട് ഞാൻ നീട്ടിപ്പരത്തി പറയല്ല, നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കടവ് വ്യാപാരത്തിന്റെ കേന്ദ്രമാവും, അത് ടൂറിസത്തിന്റെ കേന്ദ്രമാവും, അതുപോലെ യാത്രയുടെ കേന്ദ്രമാവും. ഇതെന്താണ് എന്ന് വെച്ചാൽ എന്താ, കൊച്ചി പറവൂര് അതുപോലെ തന്നെ കൊച്ചിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരത്തിന്റെ കഴിഞ്ഞ ഒട്ടേറെ പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ അതിലെ ഏറ്റവും വലിയ ആ രീതിയിലേക്കുള്ള ഒരു സമ്പന്നമായിട്ടുള്ള സമ്പത്ത് ആണ് ഈ കടവ്. അതാണ് നാശോന്മായമായി കിടക്കുന്നത്. അത് പുനരുജ്ജീവിക്കണം. അതിന്റെ ഭാഗമായിട്ട് എന്താ, ഒന്ന് ടൂറിസം, രണ്ടാമത് യാത്ര, എളുപ്പത്തിൽ യാത്ര, അതുപോലെ മൂന്നാമത്തെ വാണിജ്യം. ഈ 3 കാര്യങ്ങൾക്കായി കടവിന്റെ പണി കഴിഞ്ഞാൽ അത് പൂർണ്ണമായി എത്തിച്ചേരും അല്ലെ. ഇത് കമ്പനിയുമായി കെട്ടി ഇവിടെ എല്ലാ സായങ്കാലത്തും മുഴുവൻ പേർക്ക് വരാവുന്ന രീതിയിലേക്കുള്ള വലിയ ഒരു മാറ്റത്തിലേക്ക്, എന്ന് വെച്ചാൽ നമ്മുടെ കലാകാരന്മാരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഇടങ്ങൾ ഇതിനുള്ളിൽ വരാൻ പോവാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്നും വരാൻ കുടുംബങ്ങളായി അതിൽ വരാനുള്ള പൂന്തോട്ടങ്ങളായി മാറാൻ പോവാണ് അല്ലെ. ആ രീതിയിലേക്കാണ് നിൽക്കുന്നത്. അതിനും എതിർക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായി കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ അതിനുവേണ്ടി ഈ പറയുന്ന നമ്മുടെ പൊതുസമൂഹം അതിനുവേണ്ടി തയ്യാറാകണം എന്നാണ് അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ MOU ഒപ്പിട്ടതിന്റെ പുറത്ത് ഇപ്പോൾ മുസ്ലിംസ് അതിന്റെ ഭാഗമായിട്ട് അത് അംഗീകരിച്ച് അവരുമായിട്ടുള്ള അഗ്രിമെന്റ് വെച്ചു. രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇപ്പോ DPR തയ്യാറാക്കണം. എന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് വരുന്ന വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് അതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന പണിയിലാണ് ഇപ്പോൾ മുസ്ലിംസ് നിൽക്കുന്നത്. 2.5 കോടി ഗവൺമെന്റ് അനുവദിച്ചു, അതിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചു. രണ്ടാം ഘട്ടത്തിൽ അതിന്റെ ഭാഗമായിട്ട് ആ ബജറ്റിൽ കൂടുതൽ പണം ഉപയോഗിച്ച് ഇത് വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ അത് മാളയുടെ സമ്പത്താവുമ്പോൾ അതിന് തുടക്കക്കാർ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് അല്ലെ. ഇപ്പൊ വരുന്ന നമ്മുടെ ഈ സംഘാടകർ അവരാണ് അതിന്റെ ആ പറയുന്ന തേരാളികളായി മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മാളയിൽ വലിയൊരു പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ പറയുന്ന എല്ലാ രീതിയിലേക്കുള്ള നമ്മുടെ കഴിഞ്ഞ ഗതകാല ഒട്ടേറെ നേട്ടങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കാൻ അതിന്റെ ഭാഗമായിട്ട് കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ പേരുടെയും സഹായ സഹകരണങ്ങൾ മാള ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗത്ത് വരുന്നു. ഇന്നത്തിന്റെ സംഘാടകർ ഞാൻ പറഞ്ഞ ആരും പിന്നിലല്ല, വരുന്നവരെല്ലാം തന്നെ അല്ലെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവരെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആ രീതിയിലേക്ക് മുഴുവൻ ജനവിഭാഗങ്ങളെയും അതിന്റെ പാട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് രാഷ്ട്രീയത്തിനും മതത്തിനും വർണ്ണത്തിനും അതുപോലെ തന്നെ എല്ലാത്തിനും അതീതമായ ആ ഒരു സംഘാടനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ പാട്ടാണ് ഇപ്പൊ ഷാജി പറഞ്ഞത് എന്താ, എല്ലാവർക്കും മെമ്പർഷിപ്പ് അല്ലെ. ഒരാൾക്ക് ഒരു പ്രത്യേക താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താല്പര്യങ്ങളില്ല. എല്ലാവരും ഒത്തുചേരണം. അതിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പേർക്കും അതിന്റെ ഭാഗം ചേർന്ന് ഒരു പ്രയാണമായി അത് മാളയുടെ വലിയൊരു
ജനസമ്പത്തായി, ഒരു സാംസ്കാരിക സമ്പത്തായി ഈ കൂട്ടായ്മ മാറട്ടെ എന്ന് മാത്രം മാള ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഒരു എളിയ സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ രീതിയിലേക്കുള്ള പിന്തുണയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇശൽ സൺഡേക്ക് എല്ലാ രീതിയിലേക്കുള്ള പിന്തുണയും സഹായവും ആശംസകളും മാള ഗ്രാമപഞ്ചായത്ത് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ ടി പി രവീന്ദ്രൻ അവർക്ക്. ആശംസകൾ അർപ്പിക്കുന്നതിനായി മാളയുടെ നിറസാന്നിധ്യം സോയ് കോലഞ്ചേരിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ സമ്മതത്തോടുകൂടി പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. താങ്ക് യു. ബഹുമാനായ നമ്മുടെ ഈ വിശൽ ഫണ്ട് 2ാം ദിനം ഉദ്ഘാടനം ചെയ്ത ശ്രീധരനായ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി രവീന്ദ്രൻ, അധ്യക്ഷൻ സാജു, പ്രിയപ്പെട്ട ഷാദനാസ് ഷിജു, പ്രിയപ്പെട്ട ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ ശ്രീ മുഹമ്മദ് റാഫി അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികളെ, നാട്ടുകാരെ, ഇന്ന് ഞാനിന്ന് നീട്ടിയൊന്നും അധികമൊന്നും സംസാരിക്കണില്ല. രണ്ട് വാചകങ്ങൾ മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 10 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, 5 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായി, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ വേദനിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ രാജ്യം. ഒപ്പം ഈ എൻ്റെ സംസാരത്തിന് മുമ്പ് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർമ്മിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഞാൻ തുടങ്ങട്ടെ. 1-2 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാജു പറഞ്ഞതുപോലെ മാളയിൽ ഇപ്പം പ്രിയപ്പെട്ട റാഫിക്ക പൂപ്പത്തിയിലെ അവിടുത്തെ ഫുട്ബോൾ മത്സരം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫ്ലഡ് ലൈറ്റ് ഗ്രീൻ ഒരു ഫീൽഡിൽ ഒരു മത്സരം സംഘടിപ്പിച്ച് ശ്രദ്ധേയനായിട്ടുള്ള ഒരു സംഘാടകനാണ്. അപ്പം ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, മാളയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ടി പി പറഞ്ഞതിനോടുള്ള ഒരു ചെറിയ വിയോജിപ്പ് എന്ന് വെച്ചാൽ ഒരല്പം പോരായ്മ നമുക്ക് സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു മാറ്റം വരുത്താനായിട്ട് ഈ ഇശൽ സൺഡേയുടെ പ്രവർത്തനങ്ങൾ കാരണമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടും വേണ്ട രീതിയിൽ ഒരു പിന്തുണ നമ്മൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ടി പിയും ഞാനടക്കമുള്ള മാളയിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പരിശോധിക്കേണ്ടതാണ്. ഈ പരിപാടി എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ ഇത്രയും സാമ്പത്തിക ചെലവ് എടുത്ത് പ്രത്യേകിച്ച് സുധീറിൻ്റെ പരിപാടി, ഇൽസിംഗിൻ്റെ പരിപാടി അടക്കം വരുമ്പോൾ വലിയൊരു പിന്തുണ കിട്ടാനുള്ളതായിരുന്നു. അതിൻ്റെ കുറവുകൾ നമ്മൾ സ്വയം പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ടി പി പറഞ്ഞു വെച്ച 1-2 കാര്യങ്ങൾ കൂടെ കാരണം ടി പിയുടെ കൂടെ ശ്രദ്ധയിൽ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്. ഒന്ന്, മാളയിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞാൽ ആ സ്റ്റേഡിയത്തിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിനോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പ്രവർത്തനങ്ങൾ കൊണ്ട് തുടങ്ങിയതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ അതിന് പിന്തുണ നൽകിയത് നമ്മുടെ മുൻ MLA ആയ ശ്രീ AK ചന്ദ്രൻ അവർക്കൽ MLA ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിലും നമ്മുടെ ഈ കൂട്ടായ്മ എവിടെയാണ് മാളയ്ക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടെ അതിൽ ഒരു മുൻകൈ എടുക്കേണ്ടതാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ കാടുകൊണ്ട് മൂടിക്കിടക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ മാറ്റി മാളയ്ക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഈ കടവ് എന്ന് പറയുമ്പോൾ കടവ് ഒരുപാട് ചരിത്ര സ്മാരകം, ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ വികസനങ്ങൾ ഒരാളും മാറി നിൽക്കില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വികസനം കൃത്യമായിട്ട് എല്ലാവരും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിൽക്കുന്നൊരു വികസനം നമുക്കുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്നുകൂടെ വളരെ എളിമയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഏറ്റവും നന്നായിട്ട് ഇതിനെടുത്തിരിക്കുന്ന സ്ട്രെയിൻ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇത്രയും വലിയൊരു പരിപാടി നമ്മളൊന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് വലിയൊരു പരിപാടി, ഏതാണ്ട് 6 ദിവസം ഇന്നലെ മുതൽ ആരംഭിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഞാനൊന്ന് മനസ്സിലാക്കുന്നു, മാളയിലെ പൊതുസമൂഹത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു
ഇപ്പോൾ ലൈം ലൈറ്റ് സുധീർ അടക്കമുള്ള, അതുപോലെ തന്നെ അതിന് നമ്മുടെ വാർത്ത വായിക്കുന്ന രശ്മി അടക്കമുള്ളവരെ ഇന്ന് ആദരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇത് മറ്റു പലരും ഇവിടെ ഉത്തരവാദപ്പെട്ട പല ആളുകളും പല പ്രസ്ഥാനങ്ങളുണ്ടായിട്ട് പോലും ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം സുധീറിൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം മാളയുമായി ബന്ധപ്പെട്ട്, മാളയ്ക്ക് തൊട്ടടുത്തുള്ള ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയം ഉണ്ടായെങ്കിലും സമൂഹത്തിൻ്റെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ സുധീറും ലൈംലൈറ്റ് ന്യൂസ് ചാനലും ഒക്കെ കാണിക്കുന്ന ആ ശ്രമങ്ങളെ അംഗീകരിക്കാൻ ഈശൽ സൺഡേ നടത്തുന്ന ഈ ശ്രമത്തെ ഒരിക്കൽ കൂടെ അനുമോദിച്ചുകൊണ്ടും, ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടെ, ഈ പരിപാടി ഇത്രയും വലിയൊരു പരിപാടി ഇത്രയും നന്നായിട്ട് സംഘടിപ്പിച്ച ഈ സംഘാടകരെ മുഴുവൻ അനുമോദിച്ചുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുക. താങ്ക് യു ശ്രീ സോയ് കോലഞ്ചേരി അവർക്ക്. നമുക്ക് നന്ദിക്ക് മുമ്പ് തന്നെ നമ്മുടെ നാടിൻ്റെ കലാകാരൻ ശ്രീ ഗിന്നസ് സുധീറിനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. സംഗീത ശാസ്ത്രത്തെ ഉപാസിച്ച് അറബി മണ്ണിന്റെ 4.5 രാവും പകലും ഹരിച്ചും ഗുണിച്ചും 110 മണിക്കൂർ തുടർച്ചയായി ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസിന്റെ 1255 ഗാനങ്ങൾ കോർത്തിണക്കി ഒരു വേദിയിൽ ആലപിക്കുകയും ലോക ഗിന്നസിന്റെ നെറുകയിൽ ഓരോ മണിക്കൂറും ഓരോ ചവിട്ടുപട്ടികളായി നടന്നു കയറിയ അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ ഗിന്നസ് സുധീറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ രക്ഷാധികാരി ശ്രീ റാഫിക്കയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നേരത്തെ വരേണ്ടതാണ്, ഞാൻ നേരത്തെ ക്ഷണിച്ചതുമാണ്. അതുപോലെ ലൈംലൈറ്റിന്റെ ന്യൂസ് റീഡർ ശ്രീ താങ്ക് യു. ഞാൻ ബാങ്ക് കാരണമാണ് കേട്ടോ ഒന്ന് നിർത്തിവെച്ചത്. ലൈംലൈറ്റ് ന്യൂസ് റീഡർ രീഷ്മ യതീന്ദ്രദാസ് ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ ദിവസവും വളരെ മനോഹരമായ ശബ്ദത്തിലൂടെ നമ്മുടെ നാടിൻ്റെ വാർത്തകളെ നമ്മളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കുന്ന ന്യൂസ് റീഡറാണ് രീഷ്മ യതീന്ദ്രദാസ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും അനുവാദത്തോടെ ആശീർവാദത്തോടെ നമുക്ക് ഗിന്നസ് സുധീറിനെ ഈ പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയിൽ ആദരിക്കാം. ഇതിനുശേഷം ഗിന്നസ് സുധീറിന്റെ വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാം ഉണ്ട്, മെഗാ ഷോ ഉണ്ട്. അപ്പോൾ ഗിന്നസ് സുധീറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ TP രവീന്ദ്രൻ അവർ. നമുക്കെല്ലാവർക്കും കൂടിയിട്ട് നല്ലൊരു ക്ലാപ്പോടുകൂടി
അതുപോലെ നമ്മുടെ ന്യൂസ് റീഡർ രീഷ്മ യതീന്ദ്രദാസിനെ നമ്മുടെ ചെയർമാൻ MP മുഹമ്മദ് റാഫി ആദരിക്കുന്നു. നല്ലൊരു കയ്യടി. നമ്മുടെ ജനങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഗംഭീരമായ ഈ ഒരു വേദിയെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പ്രമുഖ ബ്ലോഗർ ലിയാഖത്ത് അലി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. മാളയുടെ പാട്ടുകാർ ഒരുക്കുന്ന ഇശൽ സൺഡേ എന്ന ഗ്രൂപ്പിൻ്റെ കടവോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ആദ്യ ദിവസമായ ഇന്നലെ വളരെ ഗംഭീരമായി പരിപാടികളുടെ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മാസക്കാലം മാത്രമാണ് ഇത് ആരംഭിച്ചിട്ട് ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ദിവസം എൻ്റെ മൊബൈലിലേക്ക് പുതിയതായിട്ടൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തതായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇശൽ സൺഡേ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ഒരു തനിമ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിലുള്ള ഫൈസൽ, മാള പള്ളിപ്പുറത്തുള്ള ഫൈസലാണ് എന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന്. ഒന്നുമില്ല, നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഞായറാഴ്ചകളിലൂടെ ഒരു റൂമിൽ ഞങ്ങളൊക്കെ ഒത്തുകൂടാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ വന്നതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ വരുമ്പോഴാണ് കുറേ ആളുകൾ ഇങ്ങനെ വട്ടം വളഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ്. ഞാനും അതിൽ ചേർന്നു. അങ്ങനെ ഞാനും 2-3 ആഴ്ച എനിക്ക് വരാൻ സാധിച്ചുള്ളൂ. പല പരിപാടികൾ കൊണ്ടും എനിക്ക് വരാൻ സാധിച്ചില്ല. വന്ന ആ ആഴ്ചകളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം സമയം വളരെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ഗംഭീരമായ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ആ പ്രവർത്തനത്തിന്റെ മികവിന്റെ പേരിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായി, ഇത്ര പ്രൗഢമായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ ആ സംഘടനയുടെ, അതിലെ പ്രവർത്തകരുടെ ഒരു ഒത്തൊരുമയാണ് ഞാൻ കാണുന്നത്. നമുക്കൊക്കെ കാണാം, നമ്മളൊക്കെ ഒരു 900 വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ള അംഗങ്ങളാണ്. പക്ഷേ അതിൽ എന്താണ് ഉണ്ടാവുന്നത്? 100, 150, 200 അംഗങ്ങളുണ്ടെങ്കിൽ കൂടി 4-5 ആളുകൾ വന്ന് എന്തെങ്കിലും പറയും, ഒരു തമ്പിട്ടിട്ട് പോയി മറ്റുള്ളവരൊക്കെ പോകും. എന്നാൽ നമ്മുടെ ഇശൽ സൺഡേ എന്ന ഗ്രൂപ്പ് അങ്ങനെയല്ല. ഗ്രൂപ്പിലുള്ള എല്ലാവരും വളരെ മനോഹരമായി ഓരോ ദിവസവും പാട്ട് പാടിയിടുകയും ആ പാട്ട് പാടിയിടുമ്പോൾ അതിലെ കുറ്റങ്ങളും കുറകളും അതുപോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പാടുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് കാലം നിലനിൽക്കണമെന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. ആയതുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സാജു സാർ വടമ്മ, വൈസ് ചെയർമാൻ അവർക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ പരിപാടി പ്രൗഢഗംഭീരമായ പ്രസംഗം കൊണ്ടും മാളയുടെ ചരിത്രം വിളിച്ചോതിക്കൊണ്ടും നല്ലൊരു പ്രസംഗം ഇവിടെ കാഴ്ചവെച്ച വൈസ് പ്രസിഡന്റ് ശ്രീ TP രവീന്ദ്രൻ അവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മളൊക്കെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ വാക്കുകൾ കൊണ്ട് സ്വാഗതം ചെയ്ത ഇശൽ സൺഡേയുടെ പ്രവർത്തകൻ സിജു അവർകളെയും ഈ പരിപാടിയിലേക്ക് സിജു അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നല്ല നല്ല വാക്കുകൾ കൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച
SY കോലഞ്ചേരി അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാള പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് ഇന്നലെയും ഇന്നും വളരെ മനോഹരമായി ആങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ഇൽസും മാള അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ലൈം ലൈറ്റിന്റെ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഗ്രീഷ്മ അവർക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപകൻ സുധീർ അവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ എല്ലാവർക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ലിയാഖത്ത് അലി. നമ്മുടെ സാംസ്കാരിക പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം ഗിന്നസ് സുധീർ നയിക്കുന്ന ഗന്ധർവരാവ് മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഇശൽ സൺഡേയുടെ പാട്ടുകാർ അവരുടെ ഒരു പെർഫോമൻസ് കൂടി നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്.